നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും അറബി ജ്യോതിഷത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുക കേട്ടോ. മുമ്പ് നമ്മളെ ചാനൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ചാനൽ നഷ്ടപ്പെട്ട കാര്യം. അതിൽ ഈ അസ്ഥിക്ക് പിടിക്കുന്ന വശ്യമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഏറ്റവും കൂടുതൽ എൻ്റെ ചാനലിലെ വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ആ വീഡിയോ ആയിരുന്നു. ഏകദേശം 38,000 ആളുകൾ. അപ്പം ഞാൻ ഇപ്പം അതിൻ്റെ പൾസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മെനഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അസ്ഥിക്ക് പിടിക്കുന്ന വശ്യം എന്നുള്ള പേരിൽ തന്നെ. നോക്കുമ്പോഴോ അത് വെറും 6 ആളാണ് കണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ ആർക്കും ഒരു കാര്യം, എല്ലാവർക്കും മനുഷ്യന്മാർക്ക് എന്തായാലും കാര്യബോധം വരാൻ തുടങ്ങി. ഈ അസ്ഥിക്ക് പിടിപ്പിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് വിചാരിക്കുമ്പം വളരെ സന്തോഷം തോന്നുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ മറ്റേ എന്താ പറയുക, ഈ വശീകരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മളെ ചിന്താഗതികൾ, സങ്കല്പങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏത് മിഥ്യാലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. ചിലരുടെ വിചാരമോ നമുക്ക് കുറേ സമ്പത്തുണ്ടെങ്കിൽ എല്ലാമായി പൂർണ്ണമായി വേറൊന്നും നമുക്ക് വരാനില്ല. വേറെ ചിലർ പറയും അവളെൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാമായി, വേറൊന്നും എനിക്ക് സന്തോഷത്തിന് വേറൊന്നുമില്ല. അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നവരോടാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. ഞാനൊരു 60 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ വയനാട്ടിലെ നാട്ടും പുറത്ത് ജീവിച്ച് വളർന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഈ 60 കഴിഞ്ഞ സമയത്താണല്ലോ നമ്മൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുക. ഈ വയനാട്ടിലേക്ക് പോകുന്നവർ എന്ത് ചെയ്യുന്നറിയാം, താമരശ്ശേരി ചുരത്തിൻ്റെ മണ്ടയിലെത്തുമ്പോൾ അവിടെ നിന്നിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടുന്ന് താഴത്തേക്ക് നോക്കിയിരിക്കുന്ന കാണാം ഈ മലപ്പുറത്തുകാരും കോഴിക്കോട്ടുകാരും ബാക്കി തൃശ്ശൂർക്കാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, അവിടെ വന്ന് നിന്നിട്ട് താഴത്തേക്ക് നോക്കും. എന്തിനാ താഴത്തേക്ക് നോക്കുന്നത്? വ്യൂ പോയിൻ്റിൽ നിന്ന് നമ്മൾ വന്ന് പിന്നിട്ട ദൂരം നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ടൊരു കവി സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചൊരു പദ്യം ഓർമ്മ വരികയാണ്. അന്നത്തൊക്കെ പദ്യം പഠിക്കലെന്ന് പറഞ്ഞാൽ ടീച്ചർമാരെ നിന്ന് അടി കിട്ടുന്ന പേടിച്ചിട്ടാട്ടോ. ആദ്യം എനിക്കുണ്ടായി വളരാനുള്ള കൗതുകം, അത് വേണ്ടിയിരുന്നില്ലെന്നിന്ന് തോന്നുന്നതെന്തിനോ. ആദ്യമൊക്കെ എനിക്ക് തോന്നി എങ്ങനെയെങ്കിലും വളരണം. ഇപ്പം ഈ പ്രായത്തിൽ തോന്നുന്നു അത് വേണ്ടിയിരുന്നില്ലായിരുന്നു. ഇപ്പം നമ്മളെപ്പോലെ 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ ചിന്തിക്കുന്ന പാട്ട് എന്താണെന്നറിയോ? തിങ്കളും താരങ്ങളും തുവള്ളി കതിർച്ചിന്നും തുങ്കമാമ്പാനിൻ ചോട്ടിലാണെൻ്റെ വിദ്യാലയം. ഓർമ്മയില്ലേ പാട്ട്? എന്ന് പറഞ്ഞ പോലെ നമുക്കൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഈ സ്കൂൾ കുട്ടിക്കാലം, ആ എന്ത് ചെയ്യുക, സ്കൂളിൻ്റെ മുറ്റത്തിനെ പറ്റിയിട്ടൊക്കെ ആ കാലം ഒന്ന് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാനൊക്കെ പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കഥകൾ. ആ കാലത്തൊക്കെ ഞാനൊക്കെ സ്കൂളൊക്കെ 8 കിലോമീറ്ററൊക്കെ നടന്നു പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും, പഠിച്ചോനെ എനിക്കിപ്പോൾ എത്ര വയസ്സായി? 12 വയസ്സ്. ഇനിയിപ്പോൾ ഒരു 12 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു കല്യാണം കഴിയും. പിന്നെ ഒരു 5-6 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് മക്കളുണ്ടാവും, കുട്ടികളുണ്ടാവും, കൊട്ടാരം പോലത്തെ വീടുണ്ടാവും, സൗകര്യം ഉണ്ടാവും. ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുവാണ്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇവളാണ് എൻ്റെ ലോകം. അവൾക്ക് വേണ്ടിയിട്ട് ഓളെ ഡ്രസ്സ് എടുക്കൽ, ഓളതായ ചുറ്റുപാട്. അക്കാലത്തിൽ ഞാൻ വെറും ഒരു പള്ളിയിലത്തെ ഉസ്താദ് മാത്രമായിരുന്നു. പിന്നെ ഓക്ക് അപ്പുറത്തെ വീട്ടിൽ നല്ല വീട്, കൊട്ടാരം പോലത്തെ വീടുണ്ടാക്കി. നിങ്ങൾ വെറുതെ പള്ളിയിലത്തെ ഉസ്താദുമായിട്ട് നിന്നോ, അപ്പോൾ നിങ്ങൾ വേറെ പരിപാടിയൊന്നും നോക്കണ്ട. എൻ്റെ ആങ്ങളതാ വലിയ വീട് വെച്ചിനി, ബംഗ്ലാവ് ഉണ്ടാക്കിയിനി. അതുകൊണ്ട് നിങ്ങൾ വെറും പള്ളിയും കൊണ്ട് കൂടരുത്, വേറെ എന്തെങ്കിലും ബിസിനസ്സിൽ തിരിയണം എന്നിങ്ങനെ പല രൂപത്തിലുള്ള പ്രലോഭനങ്ങൾ. അതിലിടയ്ക്ക് ഞാൻ ആൻഡമാൻസിലേക്ക് പോയി കുറേ വർഷങ്ങൾ. ഇതെല്ലാം മനസ്സ് മടുത്തിട്ട് പോവുക. എന്തെങ്കിലുമൊക്കെ അക്കാലത്ത് സാധാരണ ചെറുപ്പക്കാർക്കുള്ള പോലെ നമുക്കെല്ലാം ചിന്താഗതി ഉണ്ടാവും. എനിക്ക് ഭയങ്കര സമ്പത്ത് ഉണ്ടാകണം, ഉന്നതിയിലുണ്ടാകണം, അഭിവൃദ്ധിയിലുണ്ടാകണം, ഐശ്വര്യത്തിലുണ്ടാകണം. അപ്പോൾ ഇപ്പം അതെല്ലാം തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ, ഈ സമ്പത്തും അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല സ്വസ്ഥമായിട്ട് കിടന്നാൽ ഉറക്ക് വരുമായിരുന്നു.
ഇപ്പോൾ കോടികൾ ആസ്തിയുണ്ടെങ്കിലും ഉറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. അപ്പം നമുക്ക് സമ്പത്തുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഉറക്കം കിട്ടൂല, ഐശ്വര്യം ഉണ്ടാവില്ല, സമൃദ്ധി ഉണ്ടാവില്ല. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്ക് കുറേ എന്തെങ്കിലും ഒന്ന് കിട്ടി എന്നത് കൊണ്ട് ഒരു മനുഷ്യന് സമാധാനവും സന്തോഷവും ഉണ്ടാവില്ല. അതുപോലെ ഒന്ന് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഓൻ്റെ ജീവിതം ഫുള്ളങ്ങ് ദുഃഖവും നിരാശയും നിറഞ്ഞതും ആവില്ല. അതാണ് എനിക്ക് അതിനെപ്പറ്റി പ്രാഥമികമായിട്ട് പറഞ്ഞു തരാനുള്ളത്. പിന്നെ നമ്മളെ അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ എത്രത്തോളം നന്മ ചെയ്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മൾ പണ്ടുള്ളവർ പറയാറുണ്ട്, ചത്തുപോയാൽ കരയാൻ കുറച്ച് ആൾക്കാരുണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത്. ആ രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഈ വശീകരണത്തിൻ്റെ അതിൻ്റെ ഇന്നൊന്നും പിന്നാലെ പോകാതിരിക്കുക. നമുക്ക് ദൈവം കണക്കാക്കിയതുപോലെ വരട്ടെ എന്ന് ആഗ്രഹിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ വാസ്തുപരമായിട്ടോ രാശിപരമായിട്ടോ നമ്മുടേതായ എന്തെങ്കിലും നെഗറ്റീവുകളെ കൊണ്ട് തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നതിൽ മാത്രം നമ്മുടെ മാന്ത്രിക കർമ്മങ്ങൾ പരിമിതപ്പെടുത്താൻ ആര് ശ്രമിക്കുന്നോ അവന് വിജയം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.